ഹലോ എല്ലാവർക്കും ഹലോ കിഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വേഗം വിളിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ പിക്ചറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ടഫ് GK ക്വസ്റ്റ്യൻസാണ് ചോദിക്കണേ. പക്ഷേ ആരും പേടിക്കേണ്ട, എന്തായാലും വേഗം വിളിച്ചോളൂ. പിന്നെ നമ്മുടെ സൺഡേ ആയിട്ട് ഇപ്പോൾ വീട്ടിലൊക്കെയാണ് എല്ലാവരും, ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും ഹലോ കിഡ്സിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ നമ്മൾ സമയം മാറ്റി സാറ്റർഡേ ആണെന്ന് കരുതി വിളിക്കാണ്ടിരിക്കരുത്, സൺഡേത്തേക്ക് ആക്കിയിട്ടുണ്ട്. സൺഡേ 2 മണി തൊട്ട് 3 മണി വരെ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ദിയ ഫാത്തിമ. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയായിരുന്നു സ്ഥലം? എറണാകുളം SRM റോഡ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലേ? അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, ഒരു ചോദ്യം ചോദിക്കട്ടെ? കുസൃതി ചോദ്യം മതിയോ? മതി. ഓക്കെ. ലോകത്തെ എല്ലായിടത്തുമുള്ള നഴ്സിംഗ് ഏതാണ്? ഹലോ, വേഗം ആലോചിച്ചോളൂ. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ, കുസൃതി ചോദ്യമാണേ, സമയമില്ല. ഓക്കെ, കിട്ടുന്നില്ലേ? ഇല്ല, അന്ന് സാറില്ല. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സൺഡേ വിളിക്കാം. ഓക്കെ, അപ്പോൾ മറക്കാണ്ട് വിളിക്കണം. ബൈ ബൈ. ഓക്കെ. അപ്പോൾ ദിയ ഫാത്തിമയാണ് വിളിച്ചത്. ദിയ ഫാത്തിമയ്ക്ക് ആൻസർ കിട്ടിയിട്ടില്ല. ഹലോ, കോൾ ഡിസ്കണക്റ്റ് ആയിപ്പോയി. അപ്പോൾ വേഗം വിളിച്ചോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹലോ. ഓക്കെ. പിന്നെ എന്ത് പറ്റി? കോളിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വേഗം വിളിച്ചോളൂ. അപ്പോൾ ഞാൻ അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആശിഷാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചോറ്റാനിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ആശിഷ് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ചിരിയും ചിന്തയിലും വിളിക്കാറുണ്ടോ? ഓക്കെ. അപ്പൊ ഹലോ കിഡ്സ് ഇന്നാണല്ലേ കാണണേ? അതെ. ഓക്കെ. അപ്പൊ ആശിഷ് ഏത് ക്ലാസ്സിലാണ്? 3-ലാണ്. വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ. അപ്പൊ ഹലോ കിഡ്സ് ഇന്ന് ആദ്യമായിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ? ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയേ? നല്ലതാണല്ലേ? ഓക്കെ. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം വേണോ അല്ലെങ്കിൽ കുസൃതി ചോദ്യം വേണോ? പിക്ചർ മതി. ഓക്കെ, നമുക്ക് പിക്ചർ കാണിക്കാം. ടിവിയുടെ അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ, എന്നാൽ ടിവിയിൽ ശ്രദ്ധിച്ചോളൂ, ഇപ്പൊ പിക്ചർ വരും. ഓക്കെ, എന്താണിത്? ഇതൊരു സ്ഥലമാണോ, ജോലിയാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ? കണ്ടോ? കണ്ടു. ഓക്കെ, എന്തൊക്കെയാ കണ്ടത്? ഒന്നുകൂടി കാണിക്കണോ? ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. അപ്പൊ ടിവിയിൽ വീണ്ടും നോക്കിക്കോളൂ. ഓക്കെ, ഇപ്പൊ കണ്ടോ? കിട്ടുന്നില്ലേ? എന്താണ്? ക്ലിയർ ആയില്ല. കേബിൾ ടിവിയോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഗുഹച്ചായോ? കുറച്ച് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അതല്ല ആൻസർ. ഇപ്പൊ പറഞ്ഞ ആൻസർ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ കിട്ടും. കിട്ടുന്നില്ലേ? ഓക്കെ, സാറില്ല. അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ. അപ്പൊ ആശിഷാണ് വിളിച്ചത്. ആശിഷിന് ആൻസർ കിട്ടിയിട്ടില്ല. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? നിഹിതയാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം നിഹിത?
എവിടുന്നായിരുന്നു വിളിക്കുന്നത്? SRM റോട്ടിൽ നിന്നാണ്. നമ്മൾ ഒന്നും കൂടി അത് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ അടുത്താരൊക്കെ ഉണ്ട്? ഇപ്പൊ അടുത്ത് ആരില്ല, എല്ലാരും കൂടെ പോയി ഹോളിലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ റേഞ്ച് കിട്ടാൻ വേണ്ടി മാറിയുന്നതാണോ? ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. ഏതാണ് ഏറ്റവും ടഫ് സബ്ജക്ട്? എല്ലാം ഈസി ടഫ് ഒക്കെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ നമ്മൾ പിക്ചർ കാണിക്കാൻ വേഗം ടിവിയിലേക്ക് ശ്രദ്ധിച്ചോളൂ. അപ്പൊ പിക്ചർ വരും. ഓക്കെ, ഇപ്പൊ ടിവിയുടെ അടുത്താണോ നിക്കുന്നത്? ഓക്കെ, അപ്പൊ ടി വി ഒക്കെ ഓൺ ചെയ്ത് സെറ്റ് ആക്കി വെച്ചോളൂ. പിക്ചർ വരും കേട്ടോ. ഓക്കെ, പിക്ചർ കണ്ടോ? ഓക്കെ, എന്താണ് കണ്ടത്? ഓക്കെ, അപ്പൊ അതെന്തായിരിക്കും? ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ ജോലിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും? ജോബാണ്. ഉറപ്പാണല്ലേ? ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ജോബ്? ഡെന്റിസ്റ്റ്. 100% ഷുവർ ആണ്. ആ ഫസ്റ്റ് കാണിച്ചത് എന്താ? ഫസ്റ്റ് കാണിച്ച സംഭവം എന്താ? ഉറപ്പാണ് ഡെന്റിസ്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്തോളൂ. ഹലോ കിഡ്സ് തീരുന്നവരെ ഫുള്ള് കണ്ടോളൂ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിഹിതയാണ് വിളിച്ചത്. നിഹിത കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഡെന്റിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? റുക്കിയാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? അനിയത്തി ഉണ്ടോ അടുത്ത്? അല്ലെങ്കിൽ ഇന്നും വഴക്കിട്ട് നിക്കുവാണോ ചേച്ചി വിളിച്ചെന്നും പറഞ്ഞ്? ഇത് വേറെ റുക്കിയാണോ? ഓ, കഴിഞ്ഞ ആഴ്ച 2 റുക്കിയെ വിളിച്ചല്ലേ? ഓക്കെ ഓക്കെ, അത് നമുക്ക് 2 റുക്കിയെ വിളിക്കുന്നതുകൊണ്ട് വേറെ റുക്കിയെ വിളിക്കാറുണ്ട്. ആ റുക്കിക്ക് ഒരു അനിയത്തി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെന്നായിരുന്നു വിളിക്കുന്നത്? കളമശ്ശേരിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ലതായിട്ട് പോകുന്നു. പാട്ട് പാടൂ റുക്കിയ? ഇല്ല, പാട്ട് പാടില്ല. പിന്നെ എന്താ ചെയ്യാറ്? പടം വരയ്ക്കാറുണ്ട്. ബുക്ക് വായിക്കാറുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ആയിട്ട് വായിച്ച ബുക്ക് ഏതാ? മലയാളം ടെക്സ്റ്റ് ബുക്ക്. സ്കൂളിലത്തെയോ? ഓക്കെ, അങ്ങനെ വായിക്കാറോ? അല്ലാണ്ട് വായിക്കാറില്ല അല്ലേ? സ്റ്റോറി ബുക്കും അങ്ങനെയൊന്നും ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ ബുക്കൊക്കെ കുറച്ചേ വായിക്കാറുള്ളൂ. വേറെ പടം വരയ്ക്കാറുണ്ടല്ലേ? ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ആരുടെ പടമാണ് വരച്ചത്? ഓക്കെ, റുക്കി ഏത് ക്ലാസ്സിലായിരുന്നു? 7th-ലാണ്. ഓക്കെ, അത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, നമുക്ക് പിക്ചർ ചോദ്യം ചോദിക്കാം. ടിവിയുടെ അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ ടിവിയിൽ ഇതേ ഇപ്പൊ പിക്ചർ വരും, ശ്രദ്ധിച്ചു കണ്ടോളൂ. ഓക്കെ, എന്താണിത്? ഒന്നും കൂടി കാണിക്കണോ? ഓക്കെ, പിക്ചർ ഒന്നും കൂടി കാണിക്കാം. അപ്പൊ ടിവിയിലേക്ക് വീണ്ടും നോക്കിക്കോളൂ. ഓക്കെ, കണ്ടോ? എന്താണിത്? സൈക്കിൾ ആണോ? ഉറപ്പാണ്? ഓക്കെ, അടുത്തുനിന്ന് ആരാണ് സൈക്കിൾ എന്ന് പറഞ്ഞു തന്നത്? ചേട്ടനാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആണെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്കൂ. ഓക്കെ, കൺഗ്രാറ്റ്സ്. അപ്പൊ എന്തായാലും ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ റുക്കിയാണ് വിളിച്ചത്. റുക്കിയൊക്കെ കറക്റ്റ് ആൻസർ ആണ് കിട്ടിയത്. സൈക്കിളാണ് കറക്റ്റ് ആൻസർ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ടിവിയുടെ അടുത്തുനിന്ന് കുറച്ച് മാറിയിരുന്നോളൂ. മാറിയിരുന്നോ? ഹലോ മാറി നിന്നോ? ഹലോ കേക്കുന്നില്ലേ?
കേൾക്കുന്നുണ്ട്. ആരാണ് വിളിക്കുന്നത്? എബിൻ ആന്റണിയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടിവിയുടെ അടുത്ത് നിന്ന് വിളിക്കരുത്. അപ്പൊ നമുക്ക് എക്കോ കേൾക്കും, അപ്പൊ പറയുന്നത് ക്ലിയർ ആവില്ല. ഓക്കെ, എബിൻ എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? എടക്കൊച്ചിന്നാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ടാണല്ലേ ഹലോ കിഡ്സ് കാണുന്നതും? ഓക്കെ, അപ്പൊ ഹലോ കിഡ്സിനെ പറ്റി എന്താണ് ഒരു അഭിപ്രായം? നല്ലതാണല്ലേ? ഓക്കെ, ഇന്ന് കണ്ടോണ്ട് അങ്ങനെ തോന്നി. ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? ടിവിയുടെ അടുത്ത് കുറച്ചും കൂടി മാറി നിന്നോളൂ. ഓക്കെ, അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? വെറുതെ സൈക്കിൾ ഔട്ട് കിടക്കാണല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പിക്ചർ കാണിക്കാം. ടിവിയുടെ അടുത്തല്ലേ നിൽക്കുന്നത് എന്തായാലും, അപ്പൊ ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇതെന്താണ്? ഒരു സാധനമാണോ, അല്ലെങ്കിൽ ഒരു ജോലിയാണോ, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണോ? എന്തായിരിക്കും? കണ്ടിട്ട് എന്താ തോന്നുന്നു? പ്ലേസ് ആണോ? ജോലിയാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണോ? ഇതൊന്നും അല്ലേ? കിട്ടുന്നില്ലേ? ഹലോ, ഗ്ലാസോ? ടിവിയുടെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങി നിന്നോളൂ. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എബിനാണ് വിളിച്ചത്. എബിന് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടിവിയുടെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങി നിന്ന് വിളിക്കാം. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആദ്യ നക്ഷത്രയാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? ഏലൂര്. നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുള്ള ആദ്യ നക്ഷത്ര അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നെന്താ ഒരു എനർജി ഇല്ലല്ലോ? കുഞ്ഞാവിടെ പിറന്നാളാണോ? എന്താ അവിടെ പേര്? അമൃതേജസ്. ഓക്കെ, അപ്പൊ എന്തായാലും അമൃതേജസിന് ഒരു ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ? ഉണ്ട്. കേക്കൊക്കെ മുറിച്ചോ? അല്ലെങ്കിൽ മുറിക്കുന്നത് വൈകിട്ടാണോ? നാളെയാണോ ബർത്ത്ഡേ? ഓക്കെ, അപ്പൊ നാളത്തേക്ക് വേണ്ടി ഇന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കൂ. ഓക്കെ, ഇപ്പൊ അടുത്ത ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട്. എന്നാ ആദ്യ നക്ഷത്രം ഒരു പാട്ട് പാടിത്തരുമോ? ഓക്കെ, എന്നാ വേഗം പാടിക്കോളൂ. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ആരാ പഠിപ്പിച്ചെന്നേ? ആരാണ്? ഓക്കെ ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ വീട്ടിലെല്ലാവർക്കും സുഖാണോ? ഓക്കെ, അന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? പിക്ചർ വേണോ, കുസൃതി ചോദ്യം വേണോ? ചോദ്യം മതി. ഓക്കെ, അന്ന് ഞാൻ ചോദിക്കാം. ലോകത്തെ എല്ലായിടത്തുള്ള നഴ്സിംഗ് ഏതാണ്? കേട്ടില്ല. ലോകത്തെ എല്ലായിടത്തുള്ള സിംഗ് ഏതാണ്? കുസൃതി ചോദ്യമാണ് കേട്ടോ, അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. പക്ഷെ പെട്ടെന്ന് ആലോചിക്കണം. ലോകത്തെ എല്ലായിടത്തുമുള്ള സിംഗ് ഏതാണ്? കിട്ടുന്നില്ലേ? നഴ്സിംഗ് ആണോ? ഉറപ്പാണ്? ഉറപ്പാണ്, പക്ഷെ ആൻസർ കറക്റ്റ് ആണല്ലോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് സമ്മാനം അടിച്ചിട്ടുണ്ടോ?
ഇല്ല. അപ്പൊ എന്തായാലും ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ആദ്യ നക്ഷത്രയാണ് വിളിച്ചത്. ആദ്യ നക്ഷത്രം പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നഴ്സിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് മഹാദേവ് എന്നാണ്. മഹാദേവ് എന്നാണ് പേര്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചോറ്റാനിക്കരയിൽ നിന്നാണ്. ചോറ്റാനിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th സ്റ്റാൻഡേർഡ്. ആദ്യമായിട്ടാണ് ഹലോ കിഡ്സിലേക്ക് വിളിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, ആദ്യമായിട്ടാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛാമ്മയുണ്ട്. ഓക്കെ, ചേച്ചിയുടെ പേരെന്താണ്? ലക്ഷ്മി. ലക്ഷ്മി. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ഹലോ കിഡ്സ് കണ്ടിട്ടേ ഇല്ല അല്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ സൺഡേ ആവുമ്പോ വിളിക്കാൻ മറന്നു. വിളിക്കാൻ മറന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സൺഡേ. ഓക്കെ, സൺഡേ നിങ്ങൾക്ക് അപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സൺഡേത്തേക്ക് ആക്കിയത്. ഓക്കെ, എന്നൊരു ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പൊ പിക്ചർ കാണിക്കാം. ടിവിയുടെ അടുത്ത് നിന്നോളൂ. ഓക്കെ, പിക്ചർ വന്നു. കിട്ടിയോ? എന്താണ് ആൻസർ? ആറ്റുകാലോ? സ്ഥലമാണോ ഉദ്ദേശിച്ചേ? സ്ഥലമാണോ? ഉറപ്പാണ്? പക്ഷെ ആൻസർ തെറ്റാണല്ലോ. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മളെ ചോറ്റാനിക്കരയിൽ നിന്ന് മഹാദേവ് ആണ് വിളിച്ചത്. മഹാദേവിന് ആൻസർ കിട്ടിയിട്ടില്ല. ഹലോ ചേച്ചി. ഹലോ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? ആൻഷിയ. ആൽത്തിയ. ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? നെട്ടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്സിലാണ്. ഹലോ കിഡ്സ് എപ്പോഴും കാണാറുണ്ടായിരുന്നോ? ഇടക്ക് കാണും അല്ലേ? ഇഷ്ടാണോ ഹലോ കിഡ്സ്? ഇഷ്ടാണോ ഹലോ കിഡ്സ്? ഇഷ്ടാണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പൊ എല്ലാവരും അന്വേഷണം പറയണം. ആണോ? ചേട്ടന്റെ പേരെന്താണ്? ആരാണ്? ആഡം. ആന്റൺ. ഓക്കെ. കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നോ? ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ നമുക്ക് പിക്ചർ ചോദ്യം കാണിക്കാൻ. ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇത് എന്താണ്? ഒരു സ്ഥലമാണോ, അല്ലെങ്കിൽ ഒരു ജോബാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണോ? ഇത് പൊട്ടറ്റോ ആണോ? ഉറപ്പാണ്? ഓക്കെ, ഏതായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. പൊട്ടറ്റോ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇനിയുള്ള സൺഡേസ് വിളിക്കണം. അതുപോലെ ഇന്ന് ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ആൽത്തിയാണ് വിളിച്ചത്. ആൽത്തിക്ക് കറക്റ്റ് ആൻസർ ആണ് കിട്ടിയത്. പൊട്ടറ്റോ ആണ് കറക്റ്റ് ആൻസർ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ടിവിയുടെ അടുത്തൊന്ന് കുറച്ച് മാറി നിന്നോളൂ. ഹലോ ഓക്കെ, കട്ടായി പോയെന്ന് തോന്നുന്നു. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ടിവിയുടെ അടുത്തൊന്ന് കുറച്ച് നീങ്ങി നിന്നോളൂ, അല്ലെങ്കിൽ വോളിയം കുറച്ച് വെക്കൂ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഗൗരി നന്ദയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ പേരെന്താന്നറിയോ? അറിയില്ല. ഇപ്പൊ പേരെന്താ പറഞ്ഞ? ഗൗരി നന്ദ എന്നല്ലേ പറഞ്ഞത്? അതിനകത്തുണ്ട് എന്റെ പേര്. ഗൗരി എന്നാണ് എന്റെ പേര്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃപ്പൂണിത്തുറയെന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഹലോ കിഡ്സ് ആദ്യമായിട്ടാണോ കാണുന്നതും? ഹലോ ഓക്കെ, ഗൗരി നന്ദയുടെ റേഞ്ച് കട്ടായെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്?
ഹലോ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? സഹലയാണ് വിളിക്കുന്നത്. സഹല എന്താണ് പതിയെ പറയുന്നത്? എന്ത് പറ്റി? സഹലക്കൊരു എനർജി ഇല്ലല്ലോ, ഫുഡൊന്നും കഴിച്ചില്ലേ? ഹലോ, എന്ത് പറ്റി സഹല? ഒന്നും പറയാത്ത എന്താ? ഒന്നുമില്ലേ? ഒന്നും പറയാനില്ലേ? ഇല്ല. എവിടെന്നായിരുന്നു വിളിക്കുന്നത്? കലൂർന്നാണ് വിളിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫോർത്തിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സഹലയുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ഓക്കെ, അന്ന് നമുക്ക് സഹലയോട് ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? എന്ത് ചോദ്യം വേണം സഹലയ്ക്ക്? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ ടിവിയുടെ അടുത്താണോ നിക്കുന്നത്? ഓക്കെ, അപ്പൊ ടിവിയിലേക്ക് ശ്രദ്ധിച്ചോളൂ, പിക്ചർ ഇപ്പൊ വരും. വേഗം ആലോചിക്കണം. കടയുടെ പേരാണോ? അതൊന്നും ഞാൻ പറയില്ല, ക്ലൂ ഒന്നും ഞാൻ തരില്ല. ഇത് ഏറ്റവും സിമ്പിൾ ആണ്. എന്താണ്? വാച്ച്മാനോ? പോസ്റ്റ്മാൻ അല്ല. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ സഹലയാണ് വിളിച്ചത്. സഹലയ്ക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? രാഹുലാണ് വിളിക്കുന്നത്. രാഹുലിന് ഭയങ്കര എനർജി ആണല്ലോ. ഓക്കെ, എവിടെ നിന്നാണ് രാഹുൽ വിളിക്കുന്നത്? എറണാകുളത്ത് എവിടെയാണ്? എവിടെയാണ്? ആലുവ. ഹലോ. ആലുവന്നാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ എറണാകുളത്ത് നിന്ന് ആലുവന്ന് വിളിക്കുന്നതാണല്ലേ രാഹുല്? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് രാഹുല് പഠിക്കുന്നത്? 7th-ലാണ്. അതാണല്ലോ ഇത്ര എനർജി. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ബോയ് ആണോ രാഹുല്? അല്ലേ? അതെന്താ? ആണ്. അതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മാത്സ് ആണ് ഇഷ്ടം. ഓ, അപ്പൊ ജീനിയസ് ആണല്ലേ? ഓക്കെ, പാട്ട് പാടോ? ഇല്ല. പിന്നെ എന്താ ചെയ്യാറ്? ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കും അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് രാഹുലിനോട് ഒരു ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, എന്നാൽ നമുക്ക് പിക്ചർ കാണിക്കാം. അപ്പൊ ടിവിയിലേക്ക് ശ്രദ്ധിച്ചോളൂ, പിക്ചർ ഇതേ ഇപ്പൊ വരും. ഓക്കെ, ഇതേ പിക്ചർ വന്നു. അപ്പൊ ഇത് എന്താണ്? ഒരു സ്ഥലമാണോ, അല്ലെങ്കിൽ ജോലിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? വേഗം ആലോചിക്കണം. എന്തായിരിക്കും അത്? കിട്ടുന്നുണ്ടോ? അറിഞ്ഞൂടാ. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിക്കണം. ഹലോ. ആകെ ഒരു ചോദ്യം ഉള്ളു എല്ലാവരോടും. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സൺഡേ വിളിക്കാം. അപ്പൊ നമുക്ക് വേറൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ രാഹുലാണ് വിളിച്ചത്. രാഹുലിന് ആൻസർ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഐഷ. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെന്നായിരുന്നു വിളിക്കുന്നത്? ഉണ്ണിച്ചിറയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ റുക്കിയുടെ അനിയത്തി അല്ലേ? നേരത്തെ ഒരാൾ വിളിച്ചപ്പോ എനിക്ക് മാറിപ്പോയി. അത് റുക്കിയാ വിളിച്ചത്. കേട്ടായിരുന്നു. റുക്കിയ ഉണ്ടോ അടുത്ത്? റുക്കിയുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു പാട്ട് പാടുവോ? അതെന്ത് പറ്റി? മറന്നുപോയോ പാട്ടൊക്കെ? നന്നായിട്ട് പാട്ട് പാടുന്ന ആളായിരുന്നല്ലോ. ഓ, എല്ലാം പാടി കഴിഞ്ഞതാണല്ലോ. ഇപ്പൊ പുതിയത് പഠിക്കണം ഞങ്ങക്ക് വേണ്ടി പാടിത്തരാൻ.
ഓക്കെ, പിന്നെ അത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം. ഓക്കെ, അപ്പൊ പിക്ചർ കാണിക്കാം, ടിവിയിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, എന്താണ് ഇതൊരു സ്ഥലമാണോ, പ്ലേസ് ആണോ? സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റ് ആണോ? ഉറപ്പാണ്? ആരെങ്കിലും പറഞ്ഞു തന്നോ? ആരാ പറഞ്ഞു തന്നെ? ഓക്കെ, എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. സയന്റിസ്റ്റ് ആണ് ആൻസർ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ ഇനിയുള്ള സൺഡേസ് വിളിക്കില്ലേ? ഓക്കെ, കൊടുത്തോളൂ. ഹലോ, അപ്പൊ എന്തായാലും ഐഷ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. സയന്റിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ റുക്കിയും ഐഷയാണ് വിളിച്ചത്. അപ്പൊ അവര് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ. കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഇഷയാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പച്ചാളത്ത് നിന്നാണ് വിളിക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ ഹലോ കിഡ്സിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഹലോ കിഡ്സ്? ഓക്കെ, അപ്പൊ വെറുതെ വിളിച്ചു നോക്കിയപ്പോ കിട്ടിയതാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഹലോ കിഡ്സ് എല്ലാ സൺഡേയും 2 മണി തൊട്ട് 3 മണി വരെ ഉണ്ടാവും. പിന്നെ എല്ലാ സൺഡേസും കാണണം കേട്ടോ. അതുപോലെ വിളിക്കണം. എന്റെ പേര് ഗൗരി. എന്റെ വീട് എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? കുസൃതി ചോദ്യം മതി, പിക്ചർ വേണ്ട. പക്ഷെ നമുക്കിപ്പോ കുസൃതി ചോദ്യം ചോദിക്കാറില്ല. പിക്ചറിന് പകരം നമ്മൾ GK ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ഫുൾ ഫോം ചോദിക്കാം. CCTVയുടെ ഫുൾ ഫോം എന്താണ്? TV. വേഗം ആലോചിക്കണം. ഗൂഗിള് നോക്കുന്നുണ്ടോ? ഇല്ലേ? ഓക്കെ, എന്നാലും വേഗം പറഞ്ഞോളൂ. CCTV എന്തായിരിക്കും? വേഗം ആലോചിക്കണം. കിട്ടിയോ? ഓക്കെ, അപ്പൊ എന്തായാലും സാറില്ല, നെക്സ്റ്റ് സൺഡേ വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയിട്ടില്ല ഐഷക്ക്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഒന്നും കൂടി പറയോ? അനുശ്രീ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഗാന്ധിനഗർ നിന്നാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലല്ലോ? ഇല്ല, വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്? ഇല്ല, കാണാറുണ്ട്, വിളിച്ചിട്ട് കിട്ടാറില്ല. ഓക്കെ, വിളിച്ചിട്ട് കിട്ടാറില്ല. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10th-ലാണ് പഠിക്കുന്നത്. ഏതാണ് സ്കൂള്? ഞാൻ സെൻട്രൽ ക്ലാസ്. ഓക്കെ, അപ്പൊ വീട്ടിലായിരിക്കും? ഞാനിപ്പോ +2. ഓക്കെ, എവിടെയാണ്? ഓക്കെ, ഞാൻ ഗേൾസ് സ്കൂളിൽ, എറണാകുളം ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ. ഓക്കെ, അപ്പൊ ഹലോ കിഡ്സിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഓക്കെ, നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, എന്ത് ചോദ്യം വേണം? GK ക്വസ്റ്റ്യൻ വേണോ അല്ലെങ്കിൽ പിക്ചർ ചോദ്യം വേണോ? GK മതി. ഓക്കെ, എന്നാ CCTVയുടെ ഫുൾ ഫോം എന്താണ്? CCTVയുടെ ഫുൾ ഫോം സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സാറല്ല, ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും അനുശ്രീയാണ് വിളിച്ചത്. അനുശ്രീക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഹലോ കിഡ്സിന് ഒരു ബ്രേക്കിന് ടൈമായി. അപ്പൊ ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.
ബാക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഏഞ്ചൽ. ഏഞ്ചലാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത്. എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് കൊച്ചി. ടിവിയുടെ അടുത്തൊന്നും കുറച്ച് മാറി നിന്നോളൂ. ആ, ഓക്കെ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ച ഏഞ്ചലാണോ? അതെ. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പോ? വീട്ടില് അമ്മ, അപ്പൻ, അനിയൻ, പിന്നെ അമ്മാമ്മ, അങ്കിള്. ഓക്കെ, അപ്പൊ ഏഞ്ചൽ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? 8ല്. 8ലായി. ഓക്കെ, ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ടോ? ആ, വായിക്കാറൊക്കെ. വായിക്കാറുണ്ട്. ഡെയിലി വായിക്കാറുണ്ടോ? ഏയ് ഇല്ല. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണോ മലയാളം ന്യൂസ് പേപ്പർ ആണോ വായിക്കാറ്? മലയാളമാണ്. മലയാളമാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ, നല്ലോണം പോണ്ട്. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ, ഓക്കെ. എന്ത് ക്വസ്റ്റ്യൻ വേണം? പിക്ചർ ചോദ്യം. പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ പിക്ചർ ചോദ്യം ഇപ്പൊ വരും. അപ്പൊ ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ. ഓക്കെ, ഇത് എന്താണ്? ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ? ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കോളൂ. എഞ്ചിനീയർ ഉറപ്പാണ്? ആ, ഷുവർ ആണ്? മാറ്റമൊന്നുമില്ല? ഇല്ല. ഓക്കെ, എന്തായാലും കറക്റ്റ് ആണ് ഏഞ്ചൽ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടല്ലേ കറക്റ്റ് ആൻസർ പറയുന്നത്? അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, ബൈ. ബൈ. ഓക്കെ, അപ്പൊ ഏഞ്ചൽ കൊച്ചിന്നാണ് വിളിച്ചത്. അപ്പൊ ഏഞ്ചൽ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. എഞ്ചിനീയർ ആണ് കറക്റ്റ് ആൻസർ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? രഞ്ജന. നിരഞ്ജന? രഞ്ജന. രഞ്ജന. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്തുനിന്ന്. എറണാകുളത്ത് എവിടെയാണ്? FACT ആലുവ. ആലുവയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഹലോ കിഡ്സിലേക്ക് വിളിക്കുന്നത്? അതെ. ഓക്കെ, പിന്നെ നമ്മൾ കുറെ പേര് ആദ്യമായിട്ടൊന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഹലോ കിഡ്സ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ, കാണാറുണ്ട്. പക്ഷെ വിളിക്കുമ്പോ കിട്ടാറില്ല. ഓക്കെ, അപ്പൊ വിളിക്കുമ്പോ കിട്ടാറില്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സൺഡേ ആയിട്ട് എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നും ഇല്ല. TV കാണുക. TV കാണുവാണ്. സിനിമയാണോ കാണുന്നേ? ആ, അതെ. ഓക്കെ, അപ്പൊ ഇന്ന് കണ്ട ലാസ്റ്റ് സിനിമ ഏതാ? ഇന്ന് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? ഇന്ന് കണ്ടത് മറന്നുപോയോ? ആ, കൊറേ സിനിമ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പൊ ഇന്നൊന്നും പഠിച്ചില്ല? ഇല്ല. ഓക്കെ, ഏത് ക്ലാസ്സിലാണ്? ഞാൻ 7th-ല്. 7th-ലാണ്. ഏതാണ് സ്കൂള്? KV-ലാണ്. കേന്ദ്ര വിദ്യാലയം. ഓക്കെ, പാട്ട് പാടുവോ? ഇല്ല. ഇല്ല. ഡാൻസ് കളിക്കോ? ഇല്ല. ഞാൻ പടം വരയ്ക്കും. പടം വരയ്ക്കും. ഓക്കെ, എന്നാൽ നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം. ആ, എന്ത് ചോദ്യം വേണം? കുസൃതി ചോദ്യം മതി. ആ. ഓക്കെ, എന്നാ ചോദിക്കാം. സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മാസം ഏതാണ്? ഓക്കെ, സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മാസം ഏതാണ്? ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കും. ആ, വേഗം ആലോചിക്കണം. കുസൃതി ചോദ്യം ആയതുകൊണ്ട് സമയമില്ല. ഓക്കെ, കിട്ടുന്നുണ്ടോ? എന്താണ്? മാർച്ച് 8 മാർച്ച് 8 അതെ. ഉറപ്പാണോ? ഉറപ്പാണ്. പക്ഷെ ആൻസർ തെറ്റാണ്. സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ രഞ്ജനയാണ് വിളിച്ചത്. രഞ്ജനക്കും ആൻസർ കിട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ. ആ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? അഭിരാമിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ അവിടെ? എന്താണ്? റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? ചെറുതായിട്ട് കേൾക്കുന്നില്ലേ? ഇല്ല. അതെന്ത് പറ്റി? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത് അഭിരാമി? വെണ്ണലയിന്നാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഹലോ കിഡ്സിലേക്ക്? ഇല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ. ഓക്കെ, അപ്പൊ അഭിരാമിക്ക് പിക്ചർ ചോദ്യം വേണോ അല്ലാണ്ട് ചോദ്യം ചോദിക്കണോ? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ പിക്ചർ ഇപ്പൊ ടിവിയിൽ വരും. വേഗം കണ്ടോളൂ. ഓക്കെ.
ഓക്കെ, ഇത് എന്താണ്? ഒരു സ്ഥലമാണോ, പ്ലേസ് ആണോ? ഇത് വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾ ആണ്. അതെ. എന്ത് വെജിറ്റബിൾ ആണ്? ബീട്രൂട്ട്. ബീട്രൂട്ട്. ഉറപ്പാണോ? അതെ. ഉറപ്പാണല്ലേ? ഓക്കെ, എന്നാലും കൺഗ്രാറ്റ്സ്. കറക്റ്റ് ആൻസർ ആണ് അബ്രാമി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനിയുള്ള സൺഡേസ് വിളിക്കണം. അതുപോലെ ഇന്ന് ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ. ഓക്കെ, അപ്പൊ വെണ്ണലയിൽ വിളിച്ച അബ്രാമി കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ബീട്രൂട്ട് ആണ് കറക്റ്റ് ആൻസർ. ഹലോ ഹലോ ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹാഡ്രിൻ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളം വടുതലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണല്ലേ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട്? ഭയങ്കര പഠിക്കാൻ പാടാണോ, ടഫ് ആണോ? സൂപ്പർ ആണല്ലോ പഠിക്കാൻ. ഡോൺ ബോസ്കോയിലാണ് പഠിക്കുന്നത്. അടിപൊളിയാണല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ ഓൺലൈൻ അല്ലേ ക്ലാസ് ഒക്കെ? അത് ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. ഓക്കെ, ഹഡ്രിൻ പാട്ട് പാടുവോ? ഇല്ലേ, അതെന്താ? പാട്ട് പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പാട്ടൊന്നും പഠിപ്പിച്ചില്ലേ? UKG LKG ഒന്നും പഠിപ്പിച്ചില്ലേ? അതിലേതെങ്കിലും ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്താണ്? ആണല്ലേ? അപ്പൊ കൊറേ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പാടാത്ത എന്താ? ആ, ഓക്കെ, അപ്പൊ ഇന്ന് പാടാൻ പറ്റിയില്ലെങ്കിൽ ഇനി അടുത്ത സൺഡേ വിളിക്കുമ്പോ പാടിയാ മതി. ഇന്നാണോ ഇപ്പൊ ഹലോ കിഡ്സിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്? ഇന്നാണല്ലേ കാണുന്നതും? ഓക്കെ, അപ്പൊ ഇനി കൂട്ടുകാരോടൊക്കെ പറയണം ഹലോ കിഡ്സിനെ കുറിച്ച്. അവരോടും വിളിക്കാൻ പറയണം. മറക്കാതെ പറയോ? ഓക്കെ, നമുക്ക് ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം വേണം? പിക്ചർ വേണോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കണോ? പിക്ചർ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പിക്ചർ കാണിക്കാം. ടിവിയുടെ അടുത്ത് നിന്നോളൂ. ഓക്കെ, പിക്ചർ വന്നു. ഇതെന്താണ്? ഒരു ട്രെയിൻ. ഉറപ്പാണ്? ഉറപ്പല്ലേ? മാറ്റൊന്നുമില്ലല്ലോ? കണ്ടു, കറക്റ്റ് ആയിട്ട് കണ്ടു, ശ്രദ്ധിച്ചു. ഓക്കെ, എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എവിടെന്നായിരുന്നു വിളിക്കുന്നത്? വടുതല അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയുള്ള സൺഡേസും വിളിക്കണം. അതുപോലെ ഇന്ന് ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ വടുതലയിൽ നിന്ന് ഹഡ്രിൻ ആണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ട്രെയിൻ ആണ് കറക്റ്റ് ആൻസർ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? അനശ്വരിയാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഉദയംപേരൂർ നിന്നാണ് വിളിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? 7th-ലാണ്. ഏതാണ് സ്കൂള്? ഓക്കെ, ഇപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്? സാൻസ്ക്രിറ്റ് ആണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ സാൻസ്ക്രിറ്റിൽ ഏതെങ്കിലും പോയം കുറച്ച് ഒരു 2 വരി പറയോ? മര്യാദ പഠിപ്പിച്ചിട്ടൊന്നുമില്ലേ? ഓക്കെ ഓക്കെ, ഇപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്കൊരു ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം വേണം? പിക്ചർ മതി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പിക്ചർ കാണിക്കാം. ടിവിയുടെ അടുത്തല്ലേ നിക്കുന്നത്? ഓക്കെ, അപ്പൊ അതേ ടിവിയിൽ ഇപ്പൊ ഒരു പിക്ചർ വരും കേട്ടോ. ഇതാ വന്നു. ഇതെന്താണ്? സ്ഥലമാണോ, ജോലിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? പിക്ചർ കണ്ടോ? കണ്ടു. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അറിയില്ല. ഉറപ്പാണ്? കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ അനശ്വരിയാണ് വിളിച്ചത്. അനശ്വരക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ
ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? റിദാനാണോ? എങ്ങനെ മനസ്സിലായി? അത് സൗണ്ട് കേട്ടാ പിന്നെ എനിക്ക് അറിയാണ്ടിരിക്കോ? റിദാനാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അതെങ്ങനെ? അതൊക്കെ സൗണ്ട്. റിദാൻ അങ്ങ് ഫേമസ് അല്ലേ, ഇവിടെ എല്ലാവർക്കും റിദാൻ അറിയാം. ഓക്കെ. അനിയൻ എന്ത് പറയുന്നു? അനിയൻ ഇവിടെ വെറുതെ ഇരിക്കണം, ഒന്നും പറയണില്ല. ഓക്കെ, അനിയനോട് വെറുതെ ഇരിക്കുകയാണോ? ഒന്നും പറയാനില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാ സൺഡേ കോള് കിട്ടുന്നുണ്ടല്ലോ. കൊറേ നേരം കഷ്ടപ്പെട്ടു അല്ലേ? പക്ഷെ എന്തായാലും അവസാനം കിട്ടിയില്ലേ? അതാണ്, അങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കണം. നമ്മള് കേട്ടിട്ടില്ലേ, ഹാർഡ് വർക്ക് ചെയ്ത എന്തും കിട്ടും. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? ഡാൻസ് പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? സുഖം. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാ അല്ലേ? എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ ടിവിയിൽ ഇപ്പൊ ഒരു പിക്ചർ വരും, വേഗം നോക്കിക്കോളൂ. നോക്കിക്കൊണ്ടിരുന്നോളൂ. അതേ പിക്ചർ വന്നു. എന്താണിത്? ഒരു സ്ഥലമാണോ, ജോലിയാണോ, വെജിറ്റബിൾ ആണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ? ഹെയർ ഡ്രസ്സർ. ഉറപ്പാണ്? അനിയനോട് കൂടി ഒന്ന് ചോദിച്ചേക്കൂ. അനിയൻ കണ്ടായിരുന്നോ? അനിയൻ കണ്ടിട്ടാണ് പറഞ്ഞേ. അനിയനാണ് പറഞ്ഞു തന്നല്ലേ? അപ്പൊ ചേട്ടന് അറിയില്ല? അല്ല, പക്ഷെ അനിയനോട് വലിയ ഇതാക്കിയത് പറഞ്ഞേ ആൻസർ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ ഇനിയുള്ള സൺഡേസ് വിളിക്കണം. ഓക്കെ. അതുപോലെ ഷോ ഫുള്ള് കണ്ടോളണം. അനിയന് കൊടുത്തോളൂ. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കറക്റ്റ് ആൻസർ ആണല്ലോ ഇന്നും. ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഹലോ കിഡ്സ് ഫുൾ കണ്ടോളൂ. പാട്ട് പാടിക്കോളൂ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയുള്ള സൺഡേസ് വിളിക്കണം. ബൈ ബൈ. ബൈ ബൈ. ഓക്കെ, ഇപ്പൊ റിദാനും അനിയനും ആണ് വിളിച്ചത്. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ദേവി തീർത്ഥാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം ദേവി തീർത്ത? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നോ? ഇല്ല, അതെന്ത് പറ്റി? ഓക്കെ, അപ്പൊ ഓൾട്ടർനേറ്റ് ഡേയ്സ് വിളിക്കാന്ന് വിചാരിച്ചല്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഞാൻ 8th-ലാണ്. ഓക്കെ, ഏതാണ് സ്കൂള്? SNDP സ്കൂളിലാണ്. പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഈ വർഷം വേറെ സ്കൂളിലേക്ക് ആക്കിയല്ലേ? അതെന്ത് പറ്റി? അത് ഞാൻ നേരത്തെ പഠിച്ചിരുന്നത് സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിലായിരുന്നു. ഈ വർഷം SNDP-ലോട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ CBSE സ്റ്റേറ്റിൽ അങ്ങനെ വല്ലതും ആണോ? ഓക്കെ, CBSE സ്റ്റേറ്റിലേക്ക് മാറിയല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അനിയത്തി എന്ത് പറയുന്നു? സിസ്റ്റർ എന്ത് പറയുന്നു? അവള് അകത്തുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പുറത്തുനിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, നമുക്ക് ചോദ്യം ചോദിക്കാം. GK മതിയോ? GK മതി. ഓക്കെ, അന്ന് ഞാൻ ചോദിക്കാം. SSLCയുടെ ഫുൾ ഫോം എന്താണ്? SSLCയുടെ ഫുൾ ഫോം. SSLC. വേഗം ആലോചിക്കണം. ഫുൾ ഫോം ആണേ. അതന്നെ. അയ്യോ എന്നാ പിക്ചർ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുള്ളൂ. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞല്ലേ GK ക്വസ്റ്റ്യൻ തരാൻ. സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കേഷൻ ആണോ? സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കേഷൻ ആണോ? സർട്ടിഫിക്കേഷൻ ആണോ? ഉറപ്പാണ്? ഉറപ്പ് ആയിരിക്കണം. ആരാണ് പറഞ്ഞു തന്നത്?
അത് ഞങ്ങൾക്ക് 5th പഠിച്ചപ്പോ എല്ലാ ഇതേമാതിരി സാധനത്തിന്റെയും ഷോർട്ട് ഫോം, ഫുൾ ഫോം, ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിക്കണം. അതുപോലെ ഷോ ഫുൾ കണ്ടോളൂ. ഹലോ ഹലോ. ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ദേവതീർത്ഥയാണ് വിളിച്ചത്. അപ്പൊ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ദേവനന്ദ. ദേവനന്ദയാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? മരട്ടെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഏത് ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? 6th പഠിക്കുന്നത്. ഏതാണ് സ്കൂള്? ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലൊരു വിശേഷം. വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പോ? അച്ഛൻ, അമ്മ, അനിയത്തി, അച്ചാമ്മ, അച്ചാച്ചൻ, അമ്മൂമ്മ. ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനാണ് താല്പര്യം? ഡ്രോയിങ് ചെയ്യാനാണല്ലേ താല്പര്യം? ഓക്കെ, അത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്ചർ ഇപ്പൊ ടിവിയിൽ വരും. വേഗം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഓക്കെ, ഇതെന്താണ്? ഒരു സ്ഥലമാണോ, ജോലിയാണോ, അല്ലെങ്കിൽ ഫ്രൂട്ട് ആണോ, വെജിറ്റബിൾ ആണോ? എന്തായിരിക്കും? കിട്ടുന്നുണ്ടോ? ഒന്നും കൂടി കാണിക്കണം. ഓക്കെ, ഒന്നും കൂടി കാണിക്കാം. അപ്പൊ ടിവിയിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. ഓക്കെ, കണ്ടോ? ഓക്കെ, എന്താണെന്നാണ് തോന്നുന്നത്? അറിയില്ല. ഓക്കെ, സാറല്ല. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിക്കണേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ദേവനന്ദയ്ക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഡാബിയൂസ് ആണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ആഴ്ച നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പോ? വീട്ടില് അമ്മ, അപ്പൻ, അങ്കിള്, അമ്മാമ്മ, ചേച്ചി എല്ലാരും ഉണ്ടല്ലേ? അപ്പൊ പ്രൈസ് കിട്ടിയ കാര്യം എല്ലാരോടൊക്കെ പറഞ്ഞോ? ഓക്കെ, അപ്പൊ എല്ലാരും എന്ത് പറഞ്ഞു? ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാ? ഒന്നും ഇന്ന് സൺഡേ ആയിട്ട് പരിപാടിയൊന്നും ഇല്ല അല്ലേ? ഇല്ല, വീട്ടില് വെറുതെ ഇരിക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. എന്ത് ചോദ്യം വേണം? GK മതി. ഓക്കെ, എന്നാ GST ഫുൾ ഫോം എന്താണ്? GST. GST. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അടുത്തുനിന്ന് ആരോ പറഞ്ഞു തന്നല്ലോ. ചേച്ചിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിയോട് പറഞ്ഞോളൂ കറക്റ്റ് ആൻസർ ആണെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്. പിന്നീട് സൺഡേസ് വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ഡാബിയൂസ് ആണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ശ്രീലക്ഷ്മിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് ശ്രീലക്ഷ്മി വിളിക്കുന്നത്? കളമശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ശ്രീലക്ഷ്മി ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നത്? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് കണ്ടിട്ട്? നല്ല പ്രോഗ്രാം ആണല്ലേ? ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരും കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് ശ്രീലക്ഷ്മി പഠിക്കുന്നത്? 4th. ഓക്കെ, ഏതാണ് സ്കൂള്? ഓക്കെ, എന്നാ നമുക്ക് ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം വേണം? കുസൃതി ചോദ്യം മതി. ഓക്കെ, അപ്പൊ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മാസം ഏതാണ്? മേഡം ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, എന്തായാലും കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ് ശ്രീലക്ഷ്മി. ഓക്കെ, അപ്പൊ ഇനിയുള്ള സൺഡേസും വിളിക്കണം. അതുപോലെ ഇന്ന് ഷോ ഫുൾ കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മി കളമശ്ശേരി എന്നാണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഹലോ. ഹലോ. ഹലോ.
ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? അക്സ. ആരാണ്? അക്സ. അക്സയാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? വൈറ്റിലേന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നത്? ഇന്ന് ആദ്യമായിട്ടാണോ ഹലോ കിഡ്സ് കാണുന്നതും? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th പഠിക്കുന്നത്. ഏതാണ് സ്കൂള്? നളന്ദ പബ്ലിക് സ്കൂളിലാണോ? ഓക്കെ ഓക്കെ, ഞാനും നളന്ദ പബ്ലിക് സ്കൂളിൽ പഠിച്ചതാട്ടോ. കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 9th പഠിക്കുന്നേ? ഓക്കെ, അപ്പൊ മിക്കവാറും എന്റെ സിസ്റ്ററുടെ കൂടെ ആയിരിക്കും. ഓക്കെ, പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം. GK ക്വസ്റ്റ്യൻ വേണോ പിക്ചർ ക്വസ്റ്റ്യൻ വേണോ? GK മതി. ഓക്കെ, അപ്പൊ നമുക്ക് CBIയുടെ ഫുൾ ഫോം എന്താണ്? CBI കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അന്ന് വേഗം പറഞ്ഞോളൂ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഉറപ്പാണ്? ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് സമ്മാനം നമുക്ക് ലാസ്റ്റ് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും ലാസ്റ്റ് വരെ കണ്ടോളൂ. നമ്മൾ നിറക്കിട്ടാണ് സമ്മാനം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഇനിയുള്ള എല്ലാ സൺഡേസും വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ അക്സയാണ് വിളിച്ചത്. അക്സ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? രാജീവ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാജേഷ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഏലൂർന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത്? ഇതിനുമ്പ് ഒരു വട്ടം വിളിച്ചിട്ടുണ്ടോ? കിട്ടിയായിരുന്നോ? കോള് കിട്ടിയായിരുന്നോ? ഡ്രോപ്പ് ആയി പോയി. അതാണ്. ഓക്കെ, അപ്പൊ ഹലോ കിഡ്സ് ഇതിനുമ്പ് കാണാറുണ്ടായിരുന്നല്ലേ? കാണാറുണ്ട്. ഓക്കെ, ഇഷ്ടാണോ ഹലോ കിഡ്സ്? ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പോ? എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പൊ സൺഡേ ആയിട്ട് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്തുകൂടെ? അങ്ങനെയൊന്നും ചെയ്തില്ല. ഓക്കെ, അപ്പൊ TV കാണുകയാണോ ഇന്ന് ഫുള്ള്? TV കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? ഹലോ കിഡ്സ് തന്നെയാണല്ലോ ഇഷ്ടം. ഓക്കെ, അത് നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം. GK ക്വസ്റ്റ്യൻ വേണോ പിക്ചർ ക്വസ്റ്റ്യൻ വേണോ? പിക്ചർ വേണം. ഓക്കെ, അപ്പൊ ടിവിയുടെ അടുത്താണോ നിൽക്കുന്നത്? ഓക്കെ, അപ്പൊ ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഇതേ പിക്ചർ ഇപ്പൊ വരും. ഓക്കെ, അപ്പൊ പിക്ചർ വന്നു. അപ്പൊ എന്തായിരിക്കും ഈ പിക്ചറിൽ? പ്ലേസ് ആണോ, ജോലിയാണോ, ഫ്രൂട്ട് ആണോ, വെജിറ്റബിൾ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? വേഗം ആലോചിക്കണം കേട്ടോ. ഓക്കെ, കിട്ടുന്നുണ്ടോ? 1 2 3. മാംഗോയോ? ഉറപ്പാണ്? അയ്യോ, കോൾ ഡിസ്കണക്ട് ആയി പോയല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ദിയാണ് വിളിക്കുന്നത്. ഏത് ദിയാണ്? ദിയ ആനന്ദാണോ ദിയ പ്രശാന്ത് ആണോ? ദിയ പ്രശാന്ത് ആണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? അരയങ്കാവിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വീട്ടിലെല്ലാരും ഉണ്ടോ? അനിയത്തി ഉണ്ട്. അനിയത്തിയുടെ പേരെന്തായിരുന്നു? ദക്ഷയുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ദക്ഷയോട് അന്വേഷണം പറയണം. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടി ഇന്ന് ഹലോ കിഡ്സ് കണ്ടോണ്ടിരിക്കുവാണല്ലേ? ഓക്കെ, അപ്പൊ വേറെന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അതെന്താ? പഠിക്കാനൊന്നില്ലേ? പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ ദിയയും ദക്ഷയും ഏത് ക്ലാസ്സിലാണ്? അനിയത്തി UKG-യിലാണ്. ഓക്കെ, അപ്പൊ ദക്ഷ പാട്ട് പാടോ? ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു പാട്ട് പാടാൻ പറ്റുമോ ഇപ്പൊ? ഓക്കെ, അപ്പൊ അടുത്ത തവണ പാടി തന്നാ മതി. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം.
ആ ഓക്കെ, GK ക്വസ്റ്റ്യൻ വേണോ പിക്ചർ ക്വസ്റ്റ്യൻ വേണോ? GK മതി. GK മതി. ഓക്കെ, അപ്പൊ നമുക്ക് GK ചോദിക്കാം. IAFന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ IAF. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അത് IAS അല്ലേ, ഇത് F. IAF ആണോ? IAF. IAF അല്ലേ? കിട്ടുന്നില്ലേ? വേഗം ആയിക്കോട്ടെ. ഓക്കെ, സാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, ഇപ്പൊ ദിയയാണ് വിളിച്ചത്. ദിയക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? സ്പെല്ലിംഗ് പറയോ? സ്പെല്ലിംഗ് പറയോ? FA. ഓക്കെ, വേഗം പറഞ്ഞോളൂ. ഫഹുമ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കലൂർന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിനുമുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഫഹുമയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പൊ പിക്ചർ കാണിക്കാം. ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു ജോലിയാണോ അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണോ? മെക്കാനിക്. ഉറപ്പാണ്? ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനിയുള്ള സൺഡേസ് വിളിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഷോ ഫുൾ കണ്ടോളൂ. ബൈ ബൈ. ഓക്കെ, അപ്പോൾ ഫഹുമയാണ് വിളിച്ചത്. ഫഹുമ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. മെക്കാനിക് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഹലോ കിഡ്സ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലക്കി വിന്നർ ആരാന്ന് അറിയണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലക്കി വിന്നർ ഹെഡ്രിൻ ആണ്. വടുതലയിൽ നിന്ന് വിളിച്ച ഹെഡ്രിൻ ആണ് ഇന്നത്തെ ലക്കി വിന്നർ. അപ്പോൾ കൺഗ്രാറ്റ്സ് ഹെഡ്രിൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോക്സിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ടാവും. അത് ക്ലിയറായി ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. അപ്പോൾ അത് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ആ ഏരിയയിലെ കേബിൾ TV ഓപ്പറേറ്ററുടെ പേരും അഡ്രസ്സും കൂടി അയക്കണം. അപ്പോൾ നിങ്ങളുടെ ബോക്സിൻ്റെ ബാക്കിൽ സ്റ്റിക്കറിൻ്റെ ഫോട്ടോ അയക്കണം, പിന്നെ പേരും അഡ്രസ്സും ആ ഏരിയയിലെ കേബിൾ TV ഓപ്പറേറ്ററുടെ പേരും അഡ്രസ്സും അയക്കണം. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7994259825 എന്നാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, 7994259825. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം അടിച്ച ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് അയക്കണം. പിന്നെ ഏത് പ്രോഗ്രാമിനാണ് സമ്മാനം ലഭിച്ചതെന്നും കൂടി മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഹലോ കിഡ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൺഡേ പുതിയൊരു ഹലോ കിഡ്സിൻ്റെ എപ്പിസോഡുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ ബൈ.